നമുക്കൊപ്പം ചേരുന്ന രണ്ട് അതിഥികളുണ്ട്, രണ്ട് സ്പെഷ്യൽ ഗസ്റ്റുകളാണ്. ഒരു ജനപ്രതിനിധിയും ഗായികയും ഒക്കെ ഒന്നിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഒരു സമയമാണ്. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല ടീച്ചർ ജനപ്രതിനിധിയാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ. അതിനൊപ്പം ടീച്ചർ ഒരു ഗായിക കൂടിയാണ്. ഒപ്പം മകളും നമുക്കൊപ്പം അതിഥികളായി രണ്ടുപേരും ചേരുന്നുണ്ട്. സ്വാഗതം ടീച്ചർ. താങ്ക് യു. എങ്ങനെയാണ് കലാപ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്? വിശേഷങ്ങൾ? കലാപ്രവർത്തനങ്ങളൊക്കെ നന്നായി മുന്നോട്ട് പോകുന്നു. അതായത് കഴിഞ്ഞ കൊല്ലം ജില്ലാ കലോത്സവത്തിൽ നമ്മുടെ ഊട്ടുപുരയോട് ചേർന്നൊരു പാട്ടുകൂട്ടം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഞാനായിരുന്നു അതിൻ്റെ അവതാരികയും കണ്ടക്ട് ചെയ്തതുമൊക്കെ. അപ്പോൾ നല്ല രീതിയിലായിരുന്നു. എല്ലാവരുടെയും മുക്തകണ്ഠമായ പ്രശംസയും ഒക്കെ അതിനോടൊപ്പം ഉണ്ടായി. അതിനോടൊപ്പം എന്താണ് ജനസേവന പ്രവർത്തനങ്ങളും ഒക്കെ പോകുന്നുണ്ട്. ഓക്കെ, മകളുടെ പേരെന്താ? മകളുടെ പേര് പേര് പറയൂ. ദേവി നന്ദന അല്ലേ? ദേവി നന്ദന പാടുവോ? അത്യാവശ്യം പാടും. അമ്മയും പാടും അല്ലേ? ഇപ്പൊ രണ്ടുപേരും ചേർന്നൊരു ഗാനമായാലോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഞാൻ പാടാം. ഓക്കെ. കാരണം കലോത്സവ വേദികൾ കാണുമ്പോൾ എനിക്കും എൻ്റെ പഴയ കൊച്ചുകാലം ഓർമ്മ വരും. അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കലോത്സവ വേദികളിൽ ലളിതഗാന മത്സരങ്ങളിൽ കേട്ടിരുന്ന ഒരു പാട്ട് തന്നെയാണ് ഞാൻ പാടാൻ പോകുന്നത്. ഓക്കെ. നദിയുടെ നിർമ്മല തീരം നിരുപമ ഭാവാർദ്ര തീരം കവിയുടെ ആത്മാവും കല്ലോലങ്ങളും ചിലങ്കകളണിയുന്ന നേരം കഥകളി ചമയങ്ങൾ അണിയുന്ന നേരം നിളാനദിയുടെ നിർമ്മല തീരം നിരുപമ ഭാവാർദ്ര തീരം കവിയുടെ ആത്മാവും കല്ലോലങ്ങളും ചിലങ്കകളണിയുന്ന നേരം കഥകളി ചമയങ്ങൾ അണിയുന്ന നേരം നിളാനദിയുടെ നിർമ്മല തീരം. ഓക്കെ, വളരെ മനോഹരമായി ടീച്ചർ പാടി. ഒപ്പം മകളൊരു സിംഗറൊക്കെയാണ് എന്ന് പറഞ്ഞു. പക്ഷേ പാട്ട് അമ്മയ്ക്കാണെന്ന് തോന്നുന്നു അല്ലേ? കൂടുതൽ അമ്മയാണ് കൂടുതൽ പാട്ടിൽ താല്പര്യമുള്ള ആളല്ലേ? അതെ, അയാള് കവിതാ മത്സരങ്ങൾക്കാണ്, സ്റ്റേറ്റ് ലെവലില് ഉറുദു സംഘഗാനം അതുപോലെ തന്നെ കന്നഡ പദ്യം ചൊല്ലൽ രണ്ടിലും ഫസ്റ്റ് എ ഗ്രേഡ് വാങ്ങിയിട്ടുള്ള കുട്ടിയാണ്. എന്തായാലും രണ്ടുപേർക്കും ആശംസകൾ നേരുന്നു. തുടർന്നും കലാജീവിതത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഒക്കെയും നന്നായി തന്നെ ശോഭിച്ച് മുന്നോട്ട് പോകട്ടെ. സുശീല ടീച്ചറും മകൾ ദേവി നന്ദനയുമാണ് നമുക്കൊപ്പം അതിഥികളായി ചേർന്നത്. നമസ്കാരം രണ്ടുപേർക്കും. നന്ദി.